ആലപ്പുഴക്കാരുടെ മെയിനായിട്ടുള്ള കുറച്ച് ആഘോഷങ്ങളിൽ ഒന്നാണ് മുല്ലക്കൽ ചെറപ്പ്. ഇത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പോയതാണ് ഏറ്റവും വലിയ രസം. സാധാരണ സന്ദീപേട്ടനും പിള്ളേരുമായിട്ട് പോകാറുള്ള ഞാൻ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ അനിയന്മാരുടെ കൂടെയാണ് പോയത് കേട്ടോ. പണ്ട് എൻ്റെ രണ്ട് കയ്യിലും പിടിച്ചിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എൻ്റെ അനിയന്മാർ ഇന്ന് എന്നെയും കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ഇത്രയും വലിയ അനിയന്മാരെനിക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇന്ന് അവരുടെ കൈ പിടിച്ച് ഞാൻ മുല്ലക്കൽ ചെറുപ്പ് കാണാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ ഒരു പരുന്തും കൂട്ടത്തിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെയാണ് രണ്ടുപേരും എൻ്റെ കയ്യിൽ രണ്ടുപേരും പിടിച്ചിട്ട് എന്നെ ആ തിക്കിലും തിരക്കിലും കൂടി എന്നെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ച് കൊണ്ടുപോയത്. മുല്ലക്കൽ ചെറുപ്പിൻ്റെ പ്രത്യേകത പറയാനാണെങ്കിൽ നമ്മുടെ മറ്റേ കോടതി ജംഗ്ഷൻ തൊട്ട് നമ്മുടെ അങ്ങേ അറ്റം വരെ ഫുള്ള് ഡെക്കറേഷനും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കടകളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ വേറൊരു വൈബ് തന്നെയാണ്. പോയിട്ടുള്ളവർക്കറിയാമല്ലോ. എന്തായാലും മുല്ലക്കൽ ചെറുപ്പ് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാവരും കമൻറ്റ് ചെയ്യുക. അത് ഡിഫറെൻറ്റ് ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്പോൺസേഴ്സിൻ്റെ വകയായിട്ടുള്ള ഈ ഒരു ഗോപുരം പോലത്തെ സംഭവം. ഇതൊരു 1, 2, 3 എന്തോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം അതിനകത്ത് പല പല ഡെക്കറേഷനിലുള്ള ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടാണ് അവരത് പണിതിട്ടാണ് നമ്മുടെ ഈ 10, 11 ദിവസത്തെ ഈ മുല്ലക്കൽ ചെറുപ്പിന് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ രണ്ട് അനിയന്മാരിൽ ഒരാൾ എൻ്റെ അപ്പച്ചിയുടെ മകനാണ്. ആൾക്ക് ഒന്ന് ജാൻവിയിൽ കാണണമെന്നുണ്ടായിരുന്നു, അതിൽ കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് കയറാൻ പോയി. ഞാനും ഉണ്ണിക്കുട്ടനും കൂടിയിട്ടാണ് ഇതിനകത്ത് കയറാൻ വേണ്ടി പോയത്. അമ്പായിട്ട് താഴെ നിൽക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അയ്യോ അതിൻ്റെ മുകളിലൊക്കെ ചെന്ന് ആടുന്ന കണ്ടപ്പോൾ എന്നോർത്ത് ഇപ്പം ഞാൻ അവിടെ താഴെ വീഴുന്നു. സത്യം പറഞ്ഞാൽ നല്ല ശരിക്കും പേടിച്ചേട്ടാ. അങ്ങനെ മുല്ലക്കൽ ചെറുപ്പിൻ്റെ കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുല്ലക്കൽ ചെറുപ്പ് ഈ പ്രാവശ്യത്തെ കൂടി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ ഈ പ്രാവശ്യം കുറേ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ.